ഓക്കെ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ 1ാം ക്ലാസ് മണ്ഡലങ്ങളിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ നിയമം പിന്നെ വട്ടിയൂർക്കാവൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇതിൽ ഏറ്റവും ചാൻസ് ഉള്ള സുരേന്ദ്രൻ പോലത്തെ നേതാവ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രചാരണത്തിൻ്റെ അവസ്ഥ? 980 ബി ജെ പി ജനിക്കുന്നത്. 7 വർഷമാകും വരെ 987 തന്നെ ബി ജെ പി 2ാം സ്ഥാനത്താണ് മഞ്ചേശ്വരത്ത്. 87 ശേഷം എല്ലാ ഇലക്ഷനിലും ബി ജെ പി 2ാം സ്ഥാനത്താണ്. 1000 വോട്ടിന് ഞങ്ങൾ ജയിച്ച് കയറിയിട്ടുണ്ട്. 89 ജയിച്ച് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 745 വോട്ടാണ് ജയിച്ചത്. ഈ ഇലക്ഷൻ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് മഞ്ചേശ്വരത്ത് പറയാൻ കഴിയില്ല. ഞങ്ങൾ അത്രമാത്രം പഞ്ചായത്ത് ഇലക്ഷനിൽ ടീം UDF മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നല്ല തയ്യാറെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. ബി ജെ പിക്ക് ഏറ്റവും കൃത്യമായി മഞ്ചേശ്വരത്തെ ജനങ്ങൾ ശക്തമായ ഒരു തിരിച്ചടി നൽകുന്ന ഇലക്ഷനാണ് 2026 മെയ് 4 വരാൻ പോകുന്ന ഫലം. ഈ SIR കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് പല വോട്ടർമാർക്കും ഈ ബി ജെ പിയുടെ ഇടപെടലുകൊണ്ട് അല്ലാത്തതുകൊണ്ടൊക്കെ വോട്ട് നഷ്ടപ്പെടുന്നതായിട്ട് വിമർശനം വന്നിരുന്നു. താങ്കൾ എന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ SIR ശരിക്കും വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ടോ, അതോ താങ്കൾ UDF അത് ബാധിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ SIR കൊണ്ടുവന്നത് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ നടക്കാൻ കഴിയാത്തൊരു ഉദ്ദേശം വളഞ്ഞ വടിയിൽ നടപ്പിലാക്കാനുള്ള പദ്ധതിയായിരുന്നു. മുസ്ലിം ന്യൂനപക്ഷമായിരുന്നു അതിൻ്റെ ടാർഗറ്റ്. അവരുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന വളഞ്ഞ വടിയിലൂടെ ഒരു നീക്കമാണ്. ഞങ്ങൾ ചെയ്തൊരു കാര്യം, SIR വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു, അതിർത്തിയാണ്. 5 വർഷത്തിലൊരിക്കൽ പല RSSൻ്റെയും ബി ജെ പിയുടെയും ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നൊരു മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം. SIR ഫിനിഷായപ്പോൾ സന്തോഷം. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ SIR കൊണ്ടുവന്ന അതേ ബി ജെ പിക്ക് മഞ്ചേശ്വരത്ത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് SIR സംഭവിച്ചിട്ടുള്ളത്. അത് അവരാണ് പഠിക്കേണ്ടത്. ഞങ്ങൾ നല്ല ജാഗ്രത പുലർത്തി. മഞ്ചേശ്വരത്ത് ഈ വോട്ടഭ്യർത്ഥനയുമായി പോകുമ്പോൾ വല്ലാത്തൊരു ആവേശം ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം അവരുടെ പൗരത്വം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ബി ജെ പിക്കെതിരെ ഒരടി കൊടുക്കാൻ മഞ്ചേശ്വരത്തെ വോട്ടർമാർ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ വിജയഫലം SIR ആണ് തീരുമാനിക്കുന്നത്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ ക്യാമ്പയിനുകളിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. SC/ST പോപ്പുലേഷൻ്റെ കാര്യത്തിൽ അവിടെ പിന്നോക്കാവസ്ഥ പറയുന്നുണ്ട്. ട്രെയിൻ ഇവിടെ പരശുരാമൻ്റെ ഒക്കെ നിർത്തിക്കൊടുത്തു പറഞ്ഞു. അങ്ങനെ പല വികസന പ്രവർത്തനങ്ങളിൽ മഞ്ചേശ്വരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. വികസനം പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ബി ജെ പിയെ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ്. പല സ്റ്റേറ്റുകളും ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഞങ്ങൾ ഭയപ്പെടുന്നത് വികസനത്തെക്കാൾ ന്യൂനപക്ഷത്തിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാണ്ടാക്കുന്ന ആളുകളാണ് ബി ജെ പിക്കാർ. ഇവിടെ എന്ത് വികസനമാണ് ഇവർ ചർച്ച ചെയ്യുന്നത്? എയിംസ് കാസർകോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് എന്തായിരുന്നു? അവസാനമായി മഞ്ചേശ്വരക്കാർക്ക് ഓർമ്മയുണ്ട്, ആകെ ഇവർ ഞങ്ങൾക്ക് നൽകിയ സമ്മാനം അന്യായമായ ടോൾ ബൂത്ത്. അത് കൊണ്ടുവന്ന് മഞ്ചേശ്വരത്തെ പാവങ്ങളെ എങ്ങനെയെങ്കിലും പിഴയാമെന്നാണ് ഇവരുടെ ചിന്ത. ആ ടോൾ ബൂത്ത് ബി ജെ പിൻ്റെ കരണത്തേക്കൊരു അടി കൊടുത്തുകൊണ്ടാണ് ഞങ്ങളത് പൊട്ടിച്ചത്. മഞ്ചേശ്വരത്ത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അർഹതയുമില്ല. പക്ഷെ അവർ വികസനം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അവർക്കെതിരെയുള്ള വർഗീയ ആരോപണങ്ങളെ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. സുരേന്ദ്രൻ്റെ വിദ്വേഷ പ്രസംഗം മഞ്ചേശ്വരക്കാർ ഇലക്ഷനിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലും മംഗലാപുരത്തൊക്കെ വളരെ ശക്തമുള്ള ഏരിയ, ഒരു RSS ശക്തമായ ഏരിയൻ്റെ ബോർഡറിലാണ് ഇപ്പോൾ മഞ്ചേശ്വരം ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും RSSന് മഞ്ചേശ്വരത്തെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ലക്ഷ്യം എന്താണ്? മഞ്ചേശ്വരം സൗത്ത് കൺട്രിയിൽ RSSൻ്റെ കലാപങ്ങളുടെ തിക്തഫലം, മുസ്ലിം ന്യൂനപക്ഷത്തെ കൊല്ലുന്നതിൻ്റെ ചിത്രം. ഇപ്പോൾ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരനെ മാനസിക രോഗിയാണ്. മംഗലാപുരത്തെ സംഘപരിവാറുകാർ എത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. എന്തിന്? ഇന്ന് മാർച്ച് മാസം 31. മാർച്ച് വരുമ്പോൾ കാസർകോട്ടുകാരുടെ മനസ്സിൽ നൊമ്പരമാണ്. കൊടകിൽ നിന്ന് കുടുംബം പോറ്റാൻ വേണ്ടി വന്ന മധൂറിലെ മൊയ്തീൻ ജുമാ മസ്ജിദിൽ മധ്യരാത്രി കിടന്നുറങ്ങിയ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊന്നത് സംഘപരിവാറാണ്. അതിന് പിന്തുണ കൊടുത്തത് ഇന്നത്തെ സുരേന്ദ്രൻ അടക്കമുള്ള സംഘപരിവാറാണ്. അവരെ കോടതിയിൽ ശിക്ഷയില്ലാതെ അവരെ രക്ഷിച്ചെടുത്തത് ഈ സംഘപരിവാറാണ്. കാസർകോട്ട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മതേതരത്വമാണ്. മംഗലാപുരത്തെ RSSകാരൻ്റെ വേല മഞ്ചേശ്വരത്ത് ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല. 4-ാം തീയതി RSSനും BJPക്കും ഞങ്ങളുടെ വോട്ടിലൂടെ ഞങ്ങളുടെ ചിത്രം അവർക്ക് വ്യക്തമാവും.
കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതായിരുന്നു ഈ റിയാസ് മൗലവിയുടെ വധം. അതുപോലെ തന്നെ അവരുടെ പ്രതികൾ രക്ഷപ്പെട്ടു, അതായത് വെറുതെ വിട്ടയക്കപ്പെട്ടു. ഇങ്ങനെ പ്രതികളെ ശിക്ഷിക്കപ്പെടാതിരുന്നതിൽ കേരള സർക്കാരിന് ഒരു പിന്തുണയായി തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ അസംബ്ലിയിൽ കൃത്യമായി സംസാരിച്ചൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ്റെ പരാജയം. അതിൽ പല രീതിയിലുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ കാസർഗോഡ് റിയാസ് മൗലവി മാത്രമല്ല, ഏകപക്ഷീയമായി ഒരുപാട് കൊലപാതകം നടന്നിട്ടുണ്ട്. റിഷാദ് ചൂരി, സൈനുൽ ആബിദീന്, മുഹമ്മദ് ആജി, റാഷിദ്, എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതകം കാസർഗോഡ് നടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ ജില്ലയെ ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോവുക. കലാപത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. BJPക്ക് ഒരിക്കലും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും BJP ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് പോയത്. നിയമസഭയിലെ ഈ റിസൾട്ട് മഞ്ചേശ്വരത്ത് BJP 2031 മത്സരിക്കാൻ ഭയക്കുന്ന റിസൾട്ട് മഞ്ചേശ്വരത്ത് ജനങ്ങൾ നൽകും. ഈ പ്രദേശത്ത് സാധാരണ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു ബേസുള്ള ഒരു ചെറിയ പാർട്ടിയാണ് SDP. SDP ആയിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക ഇലക്ഷനിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ മോശമായി ബാധിക്കുന്നു കരുതുന്നുണ്ടോ? ഞങ്ങളങ്ങനെ സംഘർഷമൊന്നും നടന്നിട്ടില്ല. ഒരു പെറ്റ് കേസ് പോലും അവരുമായി ഞങ്ങൾക്കുണ്ടായിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരം നടന്നു, പല സീറ്റിലും ഞങ്ങൾ ജയിച്ചു, അവർ തോറ്റുപോയി. നിയമസഭയെ അതേ രീതിയിൽ അവർ കാണാൻ പാടില്ല. അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചത് BJP ആണ്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു STPക്കാരനെ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ കാസർഗോഡ് വെട്ടിക്കൊന്നത് ഇതേ RSSകാരാണ്. അവർ ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിൽ മഞ്ചേശ്വരത്ത് UDFും BJPയും നേർക്കുനേർ മത്സരിക്കുമ്പോൾ അവർ 100, 200, 500 വോട്ട് UDF അല്ലാത്ത ആർക്കെങ്കിലും നൽകിയാൽ അത് BJPക്ക് ഗുണം ചെയ്യും. തീർച്ചയായും മഞ്ചേശ്വരത്ത് എല്ലാവരുടെയും പൊതുശത്രുവാണ് BJP. BJPയെ തോൽപ്പിക്കാൻ മതേതര ചേരി ഒന്നിച്ചു നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 2021 കേരളത്തിലെ ഏറ്റവും ഉച്ചനോക്കപ്പെട്ട മണ്ഡലമായിരുന്നു മഞ്ചേശ്വരത്തെ ഒരു BJPയുടെ ഒരു വിജയം. അപ്പോൾ 2021 ജയിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു വിജയ പ്രതീക്ഷ? അവസാനം 2021 BJP ജയിച്ചിട്ട് സോറി, നിങ്ങൾ ജയിച്ചിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ഒരു വിജയ പ്രതീക്ഷ ഒരു മണ്ഡലമാണ്. നല്ല പ്രതീക്ഷ. SIRൽ ഞങ്ങൾ നന്നായി മാനേജ് ചെയ്തു. വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ നന്നായി മാനേജ് ചെയ്തു. 8 പഞ്ചായത്ത് പിടിച്ചെടുത്തു. BJPക്കാർ ജയിച്ച പുത്തിക ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 6000 വോട്ട് ജയിച്ച സീറ്റ് പോലും ഞങ്ങൾ പിടിച്ചെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷ. മഞ്ചേശ്വരത്ത് ഒരു അത്യുജ്വല ഭൂരിപക്ഷം 2001 ഞങ്ങളുടെ ഏറ്റവും വലിയ മെജോറിറ്റി 13,000. അത് മറികടന്നുള്ളൊരു ഭൂരിപക്ഷം മഞ്ചേശ്വരം രേഖപ്പെടുത്തും.